നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഋതികയ്ക്കെല്ലാം മനസ്സിലായി. ഇനി സമയം കളയാനില്ല. അശ്വിനുമായുള്ള ഋതികയുടെ വിവാഹം മുടക്കി എത്രയും പെട്ടെന്ന് ഋതിക എന്റെ ഭാര്യയാക്കണം. സർ, ഈ പോയിന്റാ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാ. പക്ഷേ നമുക്കിത് വേറെ രീതിയിൽ പ്രസന്റ് ചെയ്യുന്നതാവൂ ഉചിതം. ശരിയാ, ഞാനും അത് നോട്ട് ചെയ്തിരുന്നു. വാ ഹായ് അങ്കിൾ. ഇരിക്കുക. ഹായ് സർ. ഹായ്. രാജു, അശ്വിന് നിന്റെ പ്രായമൊക്കെ ഉള്ളൂ. സാറെന്നൊന്നും വിളിക്കണ്ട. അതെ രാജു, നമ്മളൊക്കെ ഈ പുതിയ ജനറേഷനിലെ ആളുകളല്ലേ. നമുക്കെന്തിനാ ഈ ഫോർമാലിറ്റീസ് ഒക്കെ? എന്നാലും അങ്ങനെ അല്ലല്ലോ സർ. ഋതിക മാഡത്തിന്റെ ഭാവി വരനെ പേരെടുത്ത് വിളിക്കുന്ന എങ്ങനെയാ? ഓരോരുത്തർക്കും കൊടുക്കേണ്ട റെസ്പെക്ട് കൊടുത്തേ പറ്റൂ. അതാ അതിന്റെ ശരി. അമ്മ പറഞ്ഞത് ശരിയാണല്ലോ. ഈ രാജു ശരിക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ തന്നെയാ. അല്ലടോ, നിങ്ങൾ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? എന്റെ മരുമകളെ കാണാൻ. ഓ, എന്താ ഋതുമോളെ കാണാൻ തന്റെ പെർമിഷൻ മുൻകൂർ വാങ്ങിയിട്ടേ വരാൻ പാടുള്ളൂന്നുണ്ടോ? രാജു, ഋതികയെ വിളിക്കുക. ഓക്കെ സർ. പിന്നെ പറയാ അശ്വിൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ അങ്കിൾ. പിന്നെ മാരേജിന് ഫ്രണ്ട്സും കൊളീഗ്സും ഒക്കെ സ്റ്റേറ്റ്സിൽ നിന്ന് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓ, അതുകൊണ്ട് അവർക്ക് വേണ്ട അറേഞ്ച്മെന്റ്സ് ഒക്കെ ഒന്ന് ചെയ്യണം. അതിന്റെ ചെറിയൊരു തിരക്ക്. ഋതിക മാഡം, എന്റെ മുഖം കാണരുതെന്നല്ലേ ഋതിക മാഡത്തിന്റെ ഉത്തരവ്? ഇങ്ങനെ മറിഞ്ഞു നിൽക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ? രാജു ഒന്ന് അകത്തേക്ക് വന്നേ. പിണക്കം മാറിയായിരുന്നോ? അയ്യോ സോറി, സൗണ്ട് ഇത്തിരി കൂടിപ്പോയി. ഋതിക മാഡത്തിനെ കാണാൻ താഴെ 2 ആളുകൾ വന്നിട്ടുണ്ട്. അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്ന. ആര്? മിസ്സിസ് ശ്രീകല പരമേശ്വരൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.